അങ്ങനെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ അങ്ങനെ പോവുകയാണ്. ഇനി എന്ന് തിരിച്ചെന്ന് ചോദിക്കുന്നവരോട് അറിയില്ല എന്ന് മാത്രം ഉത്തരം. ആദ്യമായാണ് വീട്ടുകാരൊക്കെ വിട്ട് ഒത്തിരി അകലേക്ക് മാറിപ്പോകുന്നത്. നാട്ടിലായിരുന്നപ്പോൾ ഒരു ബന്ധു വീട്ടിൽ പോലും പോവാത്ത ഞാനാണ്. വീട്ടിൽ നിന്ന് വിടും പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് ആകെ എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് മാത്രം കണ്ണീര് ഞാൻ കണ്ടേ ഉള്ളൂ. എനിക്കെന്നല്ല, നമ്മളെവിടെ പോയാലും നമുക്കായി കരയാൻ നമ്മുടെ അമ്മ മാത്രമേ. നാട്ടിൽ നിന്ന് പോകുന്നത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടു പോകുന്നതിൽ വിഷമം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ട്. പക്ഷേ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കതിന് മാത്രമേ സമയം ഉണ്ടാകൂ. വിഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒറ്റയ്ക്കുള്ള ഒത്തിരി നാളുകളാണ് ഉണ്ടാവാൻ പോവുക. അപ്പോൾ ഇനി വിഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വിഷമം മാറ്റാൻ വരത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് കൊച്ചി ടു അബുദാബി, അബുദാബി ടു ജർമ്മനി. ഇനിയിപ്പോൾ അവിടെ ആവാം നമ്മുടെ ജീവിതവും എല്ലാം. ഫ്ലൈറ്റിൽ കയറി എല്ലാമൊക്കെ ഓക്കെ ആയിരുന്നു. ഫ്ലൈറ്റിൽ ഫുഡ് വയറ് നിറയെ കഴിക്കാനൊന്നും പറ്റിയില്ല. കാരണം വിഷമമുള്ളതുകൊണ്ടേ അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ യാത്രയും ജീവിതം എല്ലാം ഇനിയിപ്പോൾ ജർമ്മനിയിലാവാം. ഇനി ജർമ്മനിയിലെ വീഡിയോസായിട്ട് ഇനി വരാം.